إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കോടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സൂറത്ത് നിസായിലെ 1-ാമത്തെ ആയത്താണ് ആമുഖമായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നാം പല സന്ദർഭങ്ങളിലുമായി ഈ ആയത്ത് പാരായണം ചെയ്തവരാണ്, കേട്ടവരാണ്. കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണ് ഈ ആയത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്നുള്ളത് നമുക്കറിയാം.
ഒരു കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ അടിത്തറ ഭദ്രമായാൽ ആ സമൂഹം നന്നാകും എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കുടുംബത്തിൻ്റെ അടിത്തറ തകർന്നാൽ കുടുംബം എന്ന ആ മഹാവീട് തകർന്ന തരിപ്പണമായാൽ അതിനോടനുബന്ധിച്ചുള്ള ആളുകളും സമൂഹവുമൊക്കെ അത് തകർന്നു പോകും എന്നുള്ളതും നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വസ്തുതയാണ്. ഇന്നിൻ്റെ കാലഘട്ടത്ത് സമൂഹങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലുമൊക്കെയുള്ള ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നായി പല സംഭവങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്. ഏറെ വേദനയോടുകൂടി ഇപ്പോൾ പലർക്കും പറയാനുണ്ടാവും. മുമ്പൊക്കെ മറ്റുള്ള നാടുകളിലൊക്കെ കേട്ടുകേൾവിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിന്ന് നമ്മുടെ അയൽ വീടുകളിലേക്കും അല്ല നമ്മുടെ സ്വന്തം വീടുകളിലേക്കുമൊക്കെ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിലുള്ള പല സംഭവങ്ങളും വീട്ടുകാർ തമ്മിലുള്ള പല പ്രശ്നങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു നിലയിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് ഭാര്യയും ഭർത്താവും തമ്മിലും മാതാപിതാക്കളും മക്കളുമൊക്കെ തമ്മിലൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ഇതിൽ ഏറെ വേദനിക്കുന്നത് ഒരു വീട്ടിനുള്ളിലെ പ്രശ്നങ്ങളിൽ ഏറെ വേദന തിന്നുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾ അവരുടെ ഉള്ളിലുള്ള വേദനകളും അവരുടെ ഉള്ളിലുള്ള വെപ്രാളങ്ങളും ബേജാറുകളും ഒന്നും പുതിയ ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുതിയ തലമുറയിലെ കുട്ടികളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ പ്രായമേറിയ ചെന്ന ആളുകൾ അവർ ചിന്തിക്കുന്നത് ഞങ്ങളുടെ മക്കളിലൊക്കെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു ഉമ്മാക്കും ബാപ്പാക്കും 8ഉം 10ഉം മക്കളുണ്ടായി അവരെയൊക്കെ വളർത്തി പോറ്റി കൊണ്ടുവന്ന് വിവാഹപ്രായമായി കഴിഞ്ഞാൽ അവർക്കൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് ഒരു ചെറിയ ചുമരിന്റെയോ അല്ലെങ്കിൽ ഒരു വിരിയുടെയോ മറവിൽ ഒരു പുതിയ കുടുംബം കെട്ടിപ്പടുത്തിരുന്ന ഒരു കാലഘട്ടം ഇന്നലകളിൽ ഉണ്ടായിരുന്നു എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം വേദനയോടെയാണ് പല ആളുകളും ഓർക്കുന്നത്. പക്ഷേ എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പല റൂമുകളിലാണ് കിടന്നുറങ്ങുന്നത് എങ്കിൽ അതിലുപരി സ്വന്തമായി വീട് ഉണ്ടായിട്ട് പോലും ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുവാനോ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാനോ കഴിയാത്ത ഒരവസ്ഥയാണ് ചില വീടുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. എന്തേ കാരണം? പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കൂട്ടുകുടുംബമാണ് എന്ന്. അവിടെ നിന്ന് മാറി ഇന്ന് ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ എന്നുള്ള ആ ഒരു സങ്കുചിത ചിന്താഗതിയുള്ള അണുകുടുംബത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യരുടെ മനസ്സുകൾ ആ നിലയിൽ ആയിക്കഴിഞ്ഞു. ഭർത്താവിന്റെ ഹിതം നോക്കി പെരുമാറാൻ കഴിയാത്ത ഭാര്യയുടെ മനോഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അവളോട് സംസാരിക്കാൻ സാധിക്കാത്ത ഭർത്താവ്, നേരത്തിന് വീട്ടിലേക്ക് കടന്നു വരാത്ത ഭർത്താവിന്റെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും ചോദ്യം ചെയ്താൽ അതിന്റെ പേരിൽ കുടുംബത്തിൽ എന്നും വഴക്കും വക്കാണങ്ങളും
എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ നിന്റെ വിഷയങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിതരാക്കുന്ന തലമുറയിൽപ്പെട്ട ആളുകൾ നമ്മുടെ മക്കൾക്ക്, പുതിയ തലമുറക്ക് എന്ത് സംഭാവനകളാണ് കുടുംബജീവിതത്തിന്റെ വിഷയത്തിൽ നൽകുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മളൊന്ന് നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് ചില വീടുകളുടെ ചിത്രം എടുത്തു നോക്കിയാൽ ഭാര്യയും ഭർത്താവും ജോലിക്കാരാണ്. വൃദ്ധരായ മാതാപിതാക്കൾക്ക് അവരോടൊരൽപ്പം കുശലം പറയുവാൻ സമയം കാണുന്നില്ല. കാരണം അവർക്കാർക്കും സമയമില്ല. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു തങ്ങളുടെ കൂടെ തങ്ങളുടെ മക്കൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ടൊന്ന് ഭക്ഷണം കഴിക്കുവാനും ഒരൽപ്പം ഞങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുവാനും ഒക്കെ ഞങ്ങളെ മക്കളെ ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത വൃദ്ധരായ മാതാപിതാക്കൾ ഇല്ല എന്നുള്ളത് സത്യമാണ്. തന്നെയുമല്ല, തങ്ങളുടെ മക്കളിലൂടെ ഉണ്ടായ പേരക്കുട്ടികളെ താലോലിക്കുവാനും അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും ഒരു നിവൃത്തിയുമില്ലാതെ ജോലിയും പഠനവുമൊക്കെ ആയിക്കൊണ്ട് മക്കളും പേരമക്കളുമായി മാറുമ്പോൾ അവരുടെ പ്രതീക്ഷ എങ്ങാനും ഒഴിവു ദിവസങ്ങൾ വരുന്നതും ലീവുള്ള ആ ദിവസങ്ങളിൽ തങ്ങളുടെ പേരക്കുട്ടികളുടെ കൂടെ ഒരൽപ്പം സമയം കാണാൻ വേണ്ടി ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാവില്ല. പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുടെ ചിന്ത, ആ ഒഴിവ് ദിവസത്തേക്ക് അവർ പ്രത്യേകം ഔട്ടിങ്ങിനും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളെ സന്ദർശിക്കുന്നതിനുമൊക്കെ സമയം കാണുകയാണ്. മാതാപിതാക്കൾ അപ്പോഴും തനിച്ചായി മാറുന്നു. അവരുടെ ഉള്ളിലുള്ള വേദന, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വിചാരങ്ങളെ മനസ്സിലാക്കുവാൻ തലമുറയിൽപ്പെട്ട പുതിയ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തേ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ വന്നു? ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയും മക്കളെയും കൊണ്ട് പുറത്തു പോകാൻ പാടില്ല എന്നല്ല പറയുന്നത്. മറിച്ച് വൃദ്ധരായ ആളുകൾ തങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൂടെ പരിഗണിക്കണമെന്നുള്ള ചിന്താഗതി നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഉണ്ടായിത്തീർന്ന ദുരന്തം എന്താ? എങ്ങാനും വൃദ്ധരായ മാതാപിതാക്കളാണ് വീട്ടിലുള്ളതെങ്കിൽ മരുമോൾക്ക് വെറുപ്പാണ്. കാരണം തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭർത്താവിനെ കെട്ടിക്കൊണ്ടൊന്ന് പുറത്തു പോകാൻ ഈ തന്തയും തള്ളയും തടസ്സമാണെന്ന് കാണുമ്പോ തങ്ങളുടെ വീട്ടിൽ ഒരു പൊൻവിളക്കായി ശോഭിക്കേണ്ടുന്ന മാതാപിതാക്കളെ ഒഴിവാക്കാനുള്ള ചിന്താഗതിയാണ് ചില ആളുകൾ നടത്തി വരുന്നത്. വീട്ടിൽ സമാധാനമില്ല. ഭർത്താവിന്റെ ചെവിയിലേക്ക് ആ നിലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങളുടെ ഉമ്മ കാരണത്താലാണ് നമ്മുടെ പോക്ക് മുടങ്ങുന്നത് എന്നൊക്കെ പറയുമ്പോ ഈ മനുഷ്യന്റെ മനസ്സിലും എങ്ങാനും പിശാച് കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഛിദ്രതയുണ്ടാവുകയാണ്. കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് തങ്ങളുടെ മക്കളുടെ വളർച്ച അതിനുവേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പണിപെട്ട് വളർത്തിക്കൊണ്ടുവന്ന മക്കളിൽ നിന്ന് വാർദ്ധക്യത്തിന്റെ സമയത്ത് തന്റെ മക്കളിൽ നിന്ന് ലഭിക്കേണ്ട ആശ്വാസ വാക്കുകൾ, തലോടലുകൾ, സമാധാനത്തിന്റെ വാക്കുകളൊന്നും കിട്ടാതെ കുറ്റപ്പെടുത്തലുകളും പഴിക്കലും മാത്രമായി കഴിയുമ്പോ ഈ വൃദ്ധരായ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു, കേൾവിയുണ്ട്, പറഞ്ഞു കേൾക്കുന്നു, വൃദ്ധസദനങ്ങളുണ്ട് എന്ന്. ഇതിലും ഭേദം അവിടെയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് സഹോദരങ്ങളെ നമ്മുടെ തലമുറ, നമ്മുടെ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് അകന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഓരോ കുടുംബങ്ങളിലും വന്നു ചേരുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് താക്കീത് നൽകുന്ന ഒരു കാര്യമുണ്ട്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. റബ്ബ് ചോദിക്കും നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച്. ഓരോരുത്തരുടെ മേലും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കൾ വൃദ്ധരാണെങ്കിൽ അവരുടെ വിഷയങ്ങളിൽ ആരോഗ്യമുള്ള മക്കൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയും സുഖദുഃഖങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി കണക്ക് പറയേണ്ടി വരും നമ്മൾ. ഇതൊന്നും ഇസ്ലാമികപരമായി ഒരു കുടുംബം കൊണ്ടുപോകുവാൻ ഒരിക്കലും ഒരു തടസ്സമല്ല എന്നുള്ളത്
നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, എന്റെ കാരണത്താൽ എന്റെ മാതാപിതാക്കൾ വേദനിക്കുന്നു എങ്കിൽ, എന്റെ കാരണത്താലാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് എന്റെ ഭർത്താവിന്റെ മാതാവോ പിതാവോ കടന്നു വരുന്നില്ല എങ്കിൽ, തീർച്ചയായും എന്റെ വിഷയത്തിൽ ഞാൻ കുടുംബബന്ധം മുറിച്ചവനാണ് എന്നുള്ള പച്ചയായ പരമാർത്ഥം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു താക്കീതുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇത് കേട്ടതാണ്. കുടുംബബന്ധം മുറിച്ചവൻ ഒരിക്കലും സ്വർഗപ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹുവിന്റെ എല്ലാ സുഖങ്ങളും നിറഞ്ഞ സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. ആ സ്വർഗപ്രവേശനം തടയാൻ കാരണമായി തീരുന്ന ഒന്നാകും, എന്റെ കാരണത്താൽ എന്റെ ഭർത്താവിന്റെ സഹോദരിമാർ അവരുടെ വീട്ടിലേക്ക് വരുന്നില്ല എങ്കിൽ, എന്റെ കാരണത്താൽ എന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾ അകന്നു നിൽക്കുന്നുണ്ടോ എങ്കിൽ, തീർച്ചയായും ഞാനാണ് അതിന്റെ പ്രതി എന്ന് മനസ്സിലാക്കാത്ത സഹോദരിമാരുണ്ടെങ്കിൽ, എന്റെ ഭർത്താവിന്റെ എന്റെ ഭാര്യയുടെ കുടുംബങ്ങൾ സ്വന്തം വീട്ടിലേക്ക് കടന്നു വരാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ, ഭർത്താവിന്റെ പ്രവർത്തനങ്ങളും വാക്കുകളും ചെയ്തികളുമാണ് എന്ന് മനസ്സിലാക്കാത്ത സഹോദരന്മാരുണ്ടെങ്കിൽ, അറിഞ്ഞുകൊള്ളുക, റബ്ബിന്റെ സ്വർഗം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. പക്ഷേ നമ്മൾക്ക് എവിടെയാണ് വീഴ്ചകൾ വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വൈകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് താക്കീത് നൽകിയ ഒരു കാര്യമുണ്ട്, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ്, അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജന്മത്തെ സംബന്ധിച്ച്, മാതാവ് സഹിച്ച ത്യാഗങ്ങളെ സംബന്ധിച്ച്, ഘട്ടം ഘട്ടമായി അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വളർത്തിയതിനെ സംബന്ധിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മോട് എടുത്തു പറഞ്ഞ്, അതുപോലെ തന്നെ അവന് മുലയൂട്ടിയതിന്റെ കാലഘട്ടം പറഞ്ഞ്, ഇതൊക്കെ അള്ളാഹു മനുഷ്യനെ ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അനിഷ്കുർലി. അള്ളാഹു ആണ് നിങ്ങളെ ഈ നിലയിൽ ഘട്ടം ഘട്ടമായി നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നത്. അതിനാൽ നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം. വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി കാണിക്കണം. ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. മരിച്ചു പോകേണ്ടവരാണെന്നുള്ള ബോധമുണ്ടാവണം. അല്ല, പണ്ഡിതന്മാർ ഇതിന് മറ്റൊരു വിശദീകരണം കൂടെ നൽകിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലാണോ, ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ, നാളെ ഇതേ അവസ്ഥ നിങ്ങൾക്കും സംജാതമാകും. നിങ്ങളുടെ മക്കളാൽ നിങ്ങൾ ചവിട്ടിയരക്കപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുത്തും റബ്ബ് എന്നുള്ള ഒരു താക്കീത്, ഒരു വാണിംഗ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നൽകുന്നുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ മസിൽ പവറിന്റെ അതിന്റെ ഊക്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പടത്തിന്റെ ഗർവിൽ, നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ പോരിശയിൽ നമ്മൾ വൃദ്ധരായ മാതാപിതാക്കൾ, അത് സ്വന്തം മാതാപിതാക്കളായാലും ഭർത്താവിന്റെ മാതാപിതാക്കളായാലും ഭാര്യയുടെ മാതാപിതാക്കളായാലും, അവരെ അപമാനിക്കുന്നുണ്ടെങ്കിൽ, അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇഞ്ചിന് ഇഞ്ചായിക്കൊണ്ട് തീർച്ചയായും ഈ ലോകത്ത് വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കൊണ്ട് അതിന് കണക്ക് പറയിപ്പിച്ച് മാത്രമേ നരകിപ്പിച്ചുകൊണ്ടേ ഈ ലോകത്ത് നിന്ന് പോകൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഇതൊന്നുണ്ടാവണമെന്നാണ് ഓരോ വിശ്വാസിയും ഗൗരവത്തിൽ തന്നെ ഇത് കണക്കാക്കണം. കാരണം ഇത് ഇസ്ലാമിന്റെ താക്കീതാണ്. കുടുംബബന്ധം മുറിക്കുന്നവൻ ഈ ലോകത്ത് സമാധാനം അനുഭവിക്കുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് വർധനവ് വേണോ, കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് അത് സ്വാദിഷ്ടമാകണമോ, അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ ഒരു മനോഭാവം നമ്മിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായും മതബോധം കുറഞ്ഞു. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള ആ ഒരു അവസ്ഥ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്താണെന്നുള്ള ചിന്തിക്കാൻ പോലും നമ്മുടെ മനസ്സുകൾക്ക് താല്പര്യപ്പെടുന്നില്ല. വെള്ളിയാഴ്ചകളിൽ മിമ്പറിന്റെ മുകളിൽ നിന്ന് കേട്ടാലും ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ കളഞ്ഞ് ഞാൻ ചെയ്യുന്നത് മുഴുവനും ന്യായമാണെന്ന് ചിന്തിക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, വഴിപിഴച്ച മാർഗത്തിലാണുള്ളത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ അസ്ഥിരത കടന്നു വന്നത്? ക്ഷമയും സഹനവും നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വിട്ടുവീഴ്ചക്ക് തയ്യാറാവാത്ത, അതുപോലെ തന്നെ ക്ഷമിക്കാൻ സാധ്യമാവാത്ത മനോഗതിയുടെ ആളുകളായി ഞാനും നിങ്ങളും മാറിയെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവില്ല. സ്വാർത്ഥതയും അഹങ്കാരവും നമുക്ക് ഓരോരുത്തർക്കും വർദ്ധിച്ചതാണ്. കുടുംബ ബന്ധം തകരാൻ മറ്റുള്ള
മറ്റൊരു കാരണമായി ബുദ്ധിയുള്ള ആളുകൾ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു പച്ചപ്പരമാർത്ഥം സോഷ്യൽ മീഡിയ കുടുംബ ബന്ധത്തിന്റെ സമയം കടന്നെടുത്തു എന്നാണ്. ഓരോരുത്തരും അവരവരുടെ ലോകങ്ങളിലാണ്, മൊബൈലുകളിൽ അതുപോലെയുള്ള സോഷ്യൽ മീഡിയ രൂപങ്ങളിലാണ്. അതുവഴി പരസ്പരം സംസാരിക്കാൻ സമയം കാണുന്നില്ല. ഒരു ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും ഒരൽപ്പം സംസാരത്തിന് പോലും മെനക്കെടാതെ സ്വന്തം മൊബൈലുകളുടെ ഉള്ളിലേക്ക് തലകുചാച്ചിരിക്കുന്ന സാഹചര്യം നമ്മുടെ വീടുകളിൽ കടന്നു വന്നു എങ്കിൽ നമ്മുടെ മനസ്സുകൾക്കുള്ളിലുള്ളത് അറിയാൻ അതിനുള്ള സമയം നമ്മൾ കണ്ടെത്താതിരിക്കുമ്പോ നമ്മുടെ കുടുംബ ബന്ധം ശിഥിലമാവുകയാണ്. വീട്ടിൽ ഭാര്യ വേറെ, ഭർത്താവ് വേറെ, മക്കള് വേറെ. പിന്നെ എവിടെ നിന്നാണ് മക്കള് പറഞ്ഞാൽ കേൾക്കുക? എവിടെ നിന്നാണ് നമ്മുടെ വീടുകളിൽ സമാധാനം ഉണ്ടാവുക? ഇതൊക്കെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പകർന്ന് തരിപ്പണമാകുന്ന ഒരു കുടുംബമായി എന്റെയും നിങ്ങളുടെയും കുടുംബം മാറിത്തീരും. അതുവഴി ഒന്നും സാധ്യമാവാത്ത വൃദ്ധരായ ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യം പ്രയാസത്തിലായിരിക്കും എന്നുള്ളത് ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ഇങ്ങനെ നമ്മുടെ കരങ്ങളിലൂടെയാണ് നമ്മുടെ കുടുംബം തകരുന്നതെങ്കിൽ സഹോദരങ്ങളെ, തീർച്ചയായും റബ്ബിന്റെ ശാപകോപങ്ങൾക്ക് ഞാനും നിങ്ങളും പാത്രീഭൂതരാകും എന്നുള്ള തിരിച്ചറിവില്ല എങ്കിൽ ഇതൊരു താക്കീതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത്. ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടുന്ന പച്ചയാ പരമാർത്ഥമാണ്. മനസ്സമാധാനമുള്ളത് വീടിന്റെ വിശാലതയിലല്ല, സമാധാനമുള്ള കുടുംബങ്ങളിലാണ്, ഐക്യമുള്ള മനസ്സുകളിലാണ്, ഒരുമയുള്ള ബെഡുകളിലാണ്, താല്പര്യമുള്ള ഹൃദയങ്ങളിലാണ് എന്നുള്ള തിരിച്ചറിവാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. നമ്മുടെ വീടുകളിൽ പ്രശ്നമുണ്ടോ? അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല മറ്റുള്ളവന്റെ തലയിൽ കുറ്റം ചാർത്താനും അവന്റെ കാരണത്താലാണ് പ്രശ്നം ഉള്ളത് എന്ന് കണക്കാക്കുകയും ചെയ്താൽ ഒരിക്കലും അവിടെ സമാധാനം ഉണ്ടാവില്ല. പിശാച് ഒരിക്കലും ആ വീട്ടിലേക്ക് സമാധാനം കൊണ്ടുവരുവാൻ അനുവദിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഓരോ വിശ്വാസിക്കും ഉണ്ടാവണം. വിശാലമായ ഒരു വിഷയമാണ്. ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളത് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും സദാ വർഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف مبعوث رحمة للعالمين نبينا محمد وآله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബജീവിതം ഭദ്രമാവാൻ, അത് കെട്ടുറപ്പുള്ളതാകാൻ ഇസ്ലാം ചില മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തി കാണിക്കുന്നുണ്ട്. അതിലേറ്റവും പരമപ്രധാനമായി ഒന്നാമതായി ഉണ്ടാവേണ്ടത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അഥവാ തഖ്വ തന്നെയാണ്. തഖ്വയുള്ള ഒരു മനസ്സിന് മാത്രമേ അള്ളാഹു തന്നെ ഏൽപ്പിച്ച അമാനത്തായ തൻ്റെ കുടുംബം മാന്യമായി കൊണ്ടുപോകുവാൻ സാധിക്കൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വഭാവം, നല്ല പെരുമാറ്റമാണ്. ഭർത്താവ് ഭാര്യയോടും മക്കളോടും, ഭാര്യ തൻ്റെ ഭർത്താവിനോടും മക്കളോടും, അവൾ കഴിഞ്ഞുകൂടുന്ന കുടുംബത്തിലുള്ള ഭർത്താവിൻ്റെ മാതാപിതാക്കളോടുമൊക്കെ സ്നേഹത്തിൽ കഴിയാൻ സാധിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൽ ഇതിനുള്ള ഏറ്റവും പരിഹാര മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാറുക്കും, നിങ്ങളിലുള്ള ഉത്തമനായ മനുഷ്യൻ, നല്ലവനായ മനുഷ്യൻ ആരാണ്? ഖിയാറുക്കും ലി അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബങ്ങളോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതിന് യോഗ്യരാണോ നമ്മൾ എന്നുള്ളത് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. മൂന്നാമതായി ഉണ്ടാവേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന
ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് ക്ഷമയും സഹനവുമാണ്. സഹോദരങ്ങളെ, കുടുംബത്തിൽ മനുഷ്യരെല്ലാവരും പല ചിന്താഗതിയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ കൈകളിലുള്ള 5 വിരലുകളും 5 വലുപ്പമാണ്. അതിന് 5 എണ്ണത്തിനും 5 പ്രയോജനവും പെരുമാറ്റവുമാണ്. മനുഷ്യരുടെ മനസ്സുകൾ അങ്ങനെയാണ്. വ്യത്യസ്ത മാതാപിതാക്കളുടെ മക്കളായാൽ ഒരു ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കൾ തന്നെ പല സ്വഭാവക്കാരായിരിക്കും. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ അറിയുന്ന കാര്യമാണ്. ഇതൊക്കെ കണ്ടറിഞ്ഞ് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ടു പോകുമ്പോഴാണ് ഒരു കുടുംബം എന്ന വാഹനം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്ഷമ അത്യാവശ്യമാണ് ഒരു കുടുംബജീവിതത്തിന് എന്നുള്ളതാണ്. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ചവിട്ടിപ്പുറത്താക്കലും ത്വരാക്ക് ചെയ്യലും ഇറങ്ങിപ്പോകലും ഒന്നും ഒരു നല്ല കുടുംബത്തിന്, കുടുംബനാഥന്, നാഥക്ക് യോജിച്ചതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു ത്വലാക്ക് ഒരു കുടുംബജീവിതം നന്നാവാനുള്ള പര്യാപ്തമായ മാർഗമല്ല. മറിച്ച് ഇവിടെയൊക്കെ ഇസ്ലാം വരച്ച് കാണിക്കുന്നത് ഇത് റബ്ബ് എന്നെ ഏൽപ്പിച്ച അമാനത്താണ്. ഈ വിഷയത്തിൽ എനിക്ക് ലഭിച്ച ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകൾ പറയുന്നതിലും ശരികളുണ്ട്, അവർ ചെയ്യുന്നതിലും ശരികളുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതിന് ഏറ്റവും ആദ്യമായും അവസാനമായും വേണ്ടത് എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഞാൻ എന്ത് മറുപടി പറയും എന്നുള്ള ഒരു ബോധം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ വീടുകളിലുള്ള പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾക്കും പറയാൻ കഴിയില്ല ഇൻ്റെയോടൊരു കുഴപ്പമല്ല, എല്ലാം നിറഞ്ഞതാണ് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇൻ്റെയോടെ ഒരു കുറ്റപ്പെടുത്തലാണെങ്കിൽ അവന്റെ വീട്ടില് അടിയായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇവിടുന്ന് നോക്കും അവിടെ എന്ത് സമാധാനമാണെന്ന്. അല്ല, എല്ലായിടത്തും പ്രശ്നം ഉണ്ടാവും. കാരണം മനുഷ്യർ അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് എന്തെങ്കിലും ദേഷ്യം നമുക്ക് തോന്നിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അവരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം, ഒരു സ്വഭാവം നിന്നെ വെറുപ്പിക്കുന്നതായാൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നിനക്ക് അവളിൽ കണ്ടെത്താൻ കഴിയും. അതുവഴി നിന്റെ മനസ്സിന് കൺകുളിർമ അവൾ നൽകും എന്ന് നല്ല ഭാര്യമാരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇത് നേരെ മറുവശവും അങ്ങനെ തന്നെയാണ്. ഭർത്താവിന്റെ ഏതെങ്കിലും ഒരു പെരുമാറ്റം തനിക്കിഷ്ടപ്പെടാത്തതാണെങ്കിൽ ഒരല്പം ക്ഷമിച്ച് സഹിച്ചിരുന്നാൽ അവൾക്ക് അതിനേക്കാൾ ഉത്തമനായ നല്ല ഒരു ഇണയായി തന്റെ ഭർത്താവിനെ കണ്ടുമുട്ടാൻ കഴിയും. ഈ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ സമാധാനമുണ്ടാവും, ശാന്തി ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ഒന്ന് പറയുമ്പോഴേക്കിന് 4 എണ്ണം മറുപടി പറയാൻ നമ്മുടെ നാവ് വെമ്പുന്നു എങ്കിൽ ഒന്ന് തിരിച്ചറിയുക, ഈ പിശാചിന്റെ ആവശ്യം നമ്മുടെ കുടുംബങ്ങൾ തകർക്കലാണ്. അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഒന്നുകിൽ മക്കളിലൂടെ, അല്ലെങ്കിൽ ഭാര്യയിലൂടെ, അല്ലെങ്കിൽ ഭർത്താവിലൂടെ, അല്ലെങ്കിൽ പ്രായമേറിയ നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്നത് മുഴുവനും നമുക്ക് കുറ്റമായി തീരും. നിന്റെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യമെത്തും. അവരുടെ വിഷയത്തിൽ അവർക്ക് നിനക്ക് പ്രായമേറി കഴിഞ്ഞാൽ അവർ നിന്റെ അടുക്കലുണ്ടെങ്കിൽ അവരോട് മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു വാക്കുകളോ കയർത്ത് സംസാരിക്കുകയോ ചെയ്യരുത് എന്ന് അള്ളാഹു താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് അതേ ഉണ്ടാവൂ. കാരണം അവർക്ക് അവരുടെ ആരോഗ്യം അവർ വിചാരിച്ചിടത്ത് കിട്ടാതാകുമ്പോ മറ്റുള്ളവരെ അവർ കുറ്റം കാണും എന്ന് റബ്ബിനറിയാം. നമ്മുടെ മനസ്സുകളെ സൃഷ്ടിച്ച റബ്ബിനറിയാം. ആ റബ്ബ് നമ്മോട് ക്ഷമിക്കാനും സഹിക്കാനും സഹനം പാലിക്കാനും താക്കീത് നൽകുന്നത് ഇതിന്റെയൊക്കെ ഫലമാണ്. ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ പിശാചിന്റെ വിളയാട്ടമായിരിക്കും. ലോകാവസാനം വരെ അതുണ്ടാവും. നമ്മുടെ മരണം ആ രൂപത്തിൽ എല്ലാ നിലയിലും പൈശാചിക വിധേയത്വത്തിന്, ആഗ്രഹത്തിന് വശംവദനായിക്കൊണ്ടായി തീരും എന്നുള്ള തിരിച്ചറിവ് സഹോദരന്മാരെ, സഹോദരികളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മുടെ കുടുംബം സന്തോഷപ്രദമാവണം. നമ്മുടെ പ്രാർത്ഥനയിൽ ധാരാളമായി അത് ഉണ്ടാവണം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അല്ലാഹുവേ, കുടുംബത്തിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്നുള്ള നിരന്തര പ്രാർത്ഥന നമുക്കുണ്ടാവണം.
അതുണ്ടായിത്തീരണമെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ചയുള്ള മനസ്സിന്റെ ഉടമകളായി തീരണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഇത് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരന്മാരെ, സഹോദരികളെ, ആ ഒരു നിലയിലുള്ള ആ ഒരു പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ സഹായവും തണിയും നമ്മുടെ ആ ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കൺകുളിർമയുള്ള ഇണകളെ, അതുപോലെ തന്നെ കൺകുളിർമയുള്ള മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യരാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ടുമൊക്കെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വന്നിട്ടുണ്ടാവും. തൗബയുള്ള ഒരു മനസ്സുമായി അള്ളാഹുലേക്ക് അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. അങ്ങനെയുള്ള നല്ല മനസ്സിന്റെ ഉടമകളായി അള്ളാഹു എന്നെയും നിങ്ങളെയും പരിവർത്തിപ്പിക്കുമാറാവട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.